everyone. SSC MTS എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വൊക്കാബുലറി സീരീസ് ആണ് വൊക്കാബ് ഷോർട്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് വൊക്കാബ് ഷോർട്സിന്റെ ഡേ 6 ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി 5 സെഷൻസ് എടുത്തു. അതിലൊക്കെ നമ്മൾ ഇഡിയംസും സിനോണിയംസും അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരുപാട് പഠിച്ചു. അപ്പൊ ഈ സെഷനിലും നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഇഡിയംസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ബാക്ക് സ്റ്റോറീസ് ഉള്ളത് അതുപോലെ അതിന്റെ മീനിങ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് ലോസ് ദ ടച്ച് എന്നാണ്. ടു ലോസ് വൺ സ്കിൽ ഓർ എബിലിറ്റി. നമ്മൾ പറയാറില്ലേ എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ ടച്ച് വിട്ടുപോയി എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു എബിലിറ്റി, അപ്പൊ അത് കുറെ നാള് നമ്മൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ അത്രത്തോളം ഉണ്ടായിരുന്ന ഒരു പെർഫെക്ഷൻ പിന്നീട് വരത്തില്ലല്ലോ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് കാരണം ഉണ്ടാവുന്ന ഒരു എന്താ പറയാ, അത്രയും നാൾ അതിൽ നിന്ന് സ്റ്റേ ബാക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ അതിൽ ചെറിയ നമ്മളെ സ്കില്ലിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിക്കൂലേ, ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ് ലോസ് ദ ടച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ലോസ് ദ ടച്ചിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു ലോസ് വൺ സ്കിൽ ഓർ എബിലിറ്റി. അപ്പം എക്സാമ്പിൾ പറയുമ്പോൾ പാട്ട് പാടുന്ന ഒരാളാണ്, കുറെ നാള് പാട്ടൊന്നും പാടാതെ അത് ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ എന്താ പറയാ, നേരത്തെ ഉണ്ടായിരുന്ന അത്ര പ്രിസൈസ് ആയിട്ട് അത്ര പെർഫെക്ഷനോടെ പിന്നീട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇഡിയമാണ് ലോസ് ദ ടച്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ഇഡിയം നോക്കാം. കട്ട് കോർണേഴ്സ്. ടു ഡു സംതിങ് ഇൻ ദ ഈസിയസ്റ്റ് ഓർ ചീപ്പസ്റ്റ് വേ, ഓഫൺ കംപ്രമൈസിങ് ക്വാളിറ്റി. ഓക്കെ. കട്ട് കോർണേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനേറ്റ് ചെയ്തത് ശരിക്കും ഡ്രൈവിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ടേൺ ഒക്കെ എടുക്കത്തില്ലേ, കട്ട് കോർണേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് റോഡിന്റെ, ആ ഒരു മീനിങ്ങിലാണ് കട്ട് കോർണേഴ്സ് എന്ന് പറയുന്ന ഒരു ഇഡിയം വന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള കുറുക്ക് വഴി ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ചെയ്യുക, ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക, കോംപ്രമൈസിങ് ക്വാളിറ്റി. ഓക്കെ. ഇപ്പൊ തന്നെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അത് സേഫ് ആയിട്ടുള്ള കാര്യമാണ്, അല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണത്. അപ്പം അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം വന്നാലും ക്വാളിറ്റിയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, അതായത് അത്ര പെർഫെക്ഷൻ ഒന്നും വരുത്താതെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാന്നുള്ള രീതിയിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ത്രോ ദ ബേബി ഔട്ട് വിത്ത് ദ ബാത്ത് വാട്ടർ ടു ഡിസ്കാർഡ് സംതിങ് വാല്യുബിൾ അലോങ് വിത്ത് സംതിങ് അൺവാണ്ടഡ്. എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താ, ത്രോ ദ ബേബി ഔട്ട് വിത്ത് ദ ബാത്ത് വാട്ടർ. ബാത്ത് വാട്ടർ കുളിപ്പിച്ച് കഴിഞ്ഞ് വെള്ളത്തിന്റെ കൂടെ ബേബിയും കൂടെ കളയുക, അതാണ് ഇഡിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് ഇവിടെ വരുന്നത് ടു ഡിസ്കാർഡ് സംതിങ് വാല്യുബിൾ, എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം, അത് എന്തിന്റെ കൂടെ, എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ കൂടെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം കൂടെ നമ്മൾ വിട്ട് കളയുക, ആ ഒരു മീനിങ്ങിലാണ് ഈ ഒരു ഇഡിയം പറയുന്നത്. അപ്പൊ ഇതിന് വേറൊരു സ്റ്റോറി പറയുന്നുണ്ട്. സ്റ്റോറി അല്ല, അതായത് പണ്ട് എന്താ പറയാ, വെള്ളമൊന്നും അധികം കിട്ടാതിരുന്ന സമയത്ത് അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ബേബീസിനെ കുളിപ്പിക്കുക. ആ സമയത്ത് എന്താ പറയാ, അത്ര ക്ലിയർ അല്ലാത്ത കുറച്ച് കലങ്ങിയിട്ടുള്ള വെള്ളമായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ പറയും, ഇത് കുളിപ്പിച്ചിട്ട് ലാസ്റ്റ് ആക്സിഡന്റലി അതിൽ നിന്ന് ഉള്ളില് ബേബി കിടക്കുന്ന കാണാൻ പറ്റില്ലല്ലോ, അപ്പം വെള്ളത്തിന്റെ കൂടെ ബേബിയും കൂടെ കളയരുത് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ബേബി എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ വെള്ളമാണ് നമുക്ക് കളയേണ്ടത്, അതിന്റെ കൂട്ടത്തിൽ ബേബിയും കൂടെ കളയുക, ആ ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറയാ, എന്തെങ്കിലും ഒരു കാര്യം, വേണ്ടാത്തൊരു കാര്യം കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം കൂടെ അതിന്റെ കൂടെ കളയുക, ആ ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്. ത്രൂ ദ ബേബി ഔട്ട് വിത്ത് ദ ബാത്ത് വാട്ടർ. അടുത്തത് പുൾ സമ്മൺസ് ലെഗ്. ഇത് നമ്മൾ യൂഷ്വലി കുറെ യൂസ് ചെയ്യുന്നതാണല്ലേ. ഐ എം ജസ്റ്റ് പുള്ളിങ് യുവർ ലെഗ്, ഇങ്ങനെ പറയില്ലേ, ആരെങ്കിലും കളിയാക്കുക അല്ലെങ്കിൽ ഞാനത് തമാശക്ക് പറഞ്ഞാണ്, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പറയുന്നതാണ് ഐ വാസ് പുള്ളിങ് യുവർ ലെഗ് എന്ന് പറയും. ഓക്കെ. ഇവിടെ ടു ടീസ് ഓർ ജോക്ക് വിത്ത് സമ്മൺ ബൈ ടെല്ലിങ് ദം സംതിങ് അൺട്രൂ. ആരെങ്കിലും ഒന്ന് കളിയാക്കുക, ഒന്ന് എന്താ പറയാ മോക്ക് ചെയ്യുക, എന്തെങ്കിലും അൺട്രൂ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് കളിയാക്കുക, ആ ഒരു മീനിങ്ങിലാണ് പുൾ സമ്മൺസ് ലെഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡെയിലി കോൺവെർസേഷനിലൊക്കെ ഒരുപാട് വരുന്ന ഒരു ഇഡിയമാണ് അല്ലേ. ഓക്കെ. ഇനി അടുത്തത് കീപ് സംതിങ് അറ്റ് ബേ, കീപ് സംതിങ് എവേ ഓർ അണ്ടർ കൺട്രോൾ. അപ്പൊ ബേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർക്ക്, കുരയ്ക്കുക എന്നൊരു മീനിങ് ഉണ്ട്. അപ്പം ഈ ഹണ്ടിങ് ഡോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഏതെങ്കിലും വൈൽഡ് ആനിമൽസ്, എക്സാമ്പിൾ ആണെങ്കിൽ ഫോക്സ് അതുപോലെ ഡിയേഴ്സ്, അപ്പൊ ഇവരെയൊക്കെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കൺട്രോളിലാക്കി വെക്കും, ഇവരെ ഓടിപ്പോവാതെ ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും ഡോഗ്സ്. അപ്പൊ ആ ഒരു കാര്യം, അവരെ കീപ്പ് ചെയ്ത് വെക്കുകയല്ലേ, ഇങ്ങനെ കുരച്ചുകൊണ്ട് അവരെ കീപ്പ് ചെയ്ത് വെക്കുക, ആ ഒരു മീനിങ്ങിലാണ് ഈ ഇഡിയം പറയുന്നത്. കീപ് സംതിങ് ആൻഡ് ബേ, കീപ് സംതിങ് എവേ ഓർ അണ്ടർ കൺട്രോൾ. ഏതെങ്കിലും ഒരു കാര്യത്തെ ഒന്നെങ്കിൽ ഓടിക്കുക, ഡോഗ്സ് കുറച്ച് ഓടിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കുക, ഈ ഒരു മീനിങ്ങിലാണ് കീപ് സംതിങ് അറ്റ് ബേ എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്തത് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ ടു ടേക്ക് ഓൺ മോർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് യു ക്യാൻ ഹാൻഡിൽ. അതായത് ച്യൂ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ബൈറ്റ് ചെയ്യുക. ഇതിന്റെ മീനിങ് എന്താ? ഇപ്പൊ നമ്മളൊരു കാര്യം നമുക്ക് നന്നായിട്ട് ച്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ വായിൽ കൊള്ളുന്നത്രയല്ലേ ച്യൂ ചെയ്യാൻ പറ്റുമോ? അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു മീനിങ്ങിലാണ്. അതായത് നമുക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ലാസ്റ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആ ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്. എന്താ? ടു ടേക്ക് ഓൺ മോർ റെസ്പോൺസിബിലിറ്റി ദാൻ യു ക്യാൻ ഹാൻഡിൽ. നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുത്ത് വെക്കുക. എന്താ പറയാ, ചവയ്ക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എടുക്കുക. ആ ഒരു ഫുഡിന്റെ ബേസിലാണ് അത് പറയുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പറയുന്ന ഒരു ഇഡിയമാണ്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അടുത്തത് പുട്ട് സംതിങ് ഓൺ ഐസ്, പോസ്റ്റ്പോൺ സംതിങ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു ഓർക്കാം. പണ്ട് ഈ റെഫ്രിജറേറ്റേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് മീറ്റ് അതുപോലെ പെട്ടെന്ന് നാശമായി പോകുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഐസിലിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പൊ ഐസിലിട്ട് വെച്ചിരുന്നത് എന്തിനാന്ന് വെച്ചാൽ പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ പിന്നീടത്തേക്ക് മാറ്റി വെക്കുക. ആ ഒരു മീനിങ്ങിലാണ് കീപ് സംതിങ് ഓൺ ഐസ് എന്ന് പറയുന്നത്. പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് പറയുന്നത് പോസ്റ്റ്പോൺ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെക്കുന്നതിന് പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് പറയും. വി പുട്ട് ദ മീറ്റിംഗ് ഓൺ ഐസ് എന്ന് വെച്ചാൽ എന്താ, മീറ്റിംഗ് മാറ്റി വെച്ചു. പണ്ട് അതായത് ഈ ഫുഡ് കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഐസിലിടുമ്പോൾ പിന്നീടുള്ള ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയില്ല. അപ്പൊ പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി, പിന്നീടത്തേക്ക് വേണ്ടി മാറ്റി വെക്കുക. അതാണ് പോസ്റ്റ്പോൺ സംതിങ് എന്നുള്ളൊരു മീനിങ്ങിൽ പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന ഇഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബേൺ ബ്രിഡ്ജസ്. അതായത് പണ്ട് ഈ എന്താ പറയാ, യുദ്ധമൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആർമി ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലെ ബ്രിഡ്ജ് ബേൺ ചെയ്ത് കളയും. അപ്പൊ അവർക്ക് ഫോളോ ചെയ്ത് വരാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് എന്താ പറയാ, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതായത് പിന്നീട് തിരിച്ച് അത് അതുപോലെ പഴയ പോലെ ആക്കാൻ പറ്റൂല, അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുക. അതാണ് ബേൺ ബ്രിഡ്ജസ്. വന്ന പാലം തന്നെ, അല്ലെങ്കിൽ എന്താ പറയാ, മരക്കൊമ്പിൽ ഇരുന്ന് തന്നെ ആ കൊമ്പ് മുറിക്കുക എന്ന് പറയല്ലേ, സെയിം ആ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വന്ന വഴി, അതായത് നമ്മള് ഇത് ശരിക്കും ഇവിടെ ഒരു മീനിങ്ങിൽ പറയാം, നമ്മുടെ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് റൂയിൻ ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് ഇത് പറയുന്നത്. ബേൺ ബ്രിഡ്ജസ് ടു ഡിസ്ട്രോയ് റിലേഷൻഷിപ്പ് ഓർ കട്ട് ഓഫ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഭാവിയിൽ വരാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പോ ഒക്കെ റൂയിൻ ചെയ്യുന്നത് തന്നെയാണ് ബേൺ ബ്രിഡ്ജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബേൺ ബ്രിഡ്ജ് ശരിക്കും നമ്മൾ ഒരു വഴിയെ കയറി വന്നു, ആ പാലം തകർത്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റും? ഇല്ല. അപ്പം റിക്കവർ ചെയ്യാൻ പറ്റാത്ത, അതായത് പിന്നെയും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്യുക, അത് റിലേഷൻഷിപ്പിനെയും ഫ്യൂച്ചറിനെയും എഫക്ട് ചെയ്യുകയും കൂടെ ആണെങ്കിൽ വി ക്യാൻ യൂസ് ദ ഇഡിയം ബേൺ ബ്രിഡ്ജസ്. അടുത്തത് ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്, ഡോണ്ട് ടേക്ക് സംതിങ് ടു സീരിയസ്ലി. ഇത് പോസിറ്റീവ് സെൻസിലും എടുക്കാം, അതുപോലെ നെഗറ്റീവ് സെൻസിലും എടുക്കാം. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പം എക്സാമ്പിൾ, ഒരു കാര്യം നമ്മൾ കേൾക്കുക, അത് കേട്ട പാടെ അതുപോലെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാതെ, എല്ലാ കാര്യവും കേട്ട പോലെ വിശ്വസിക്കാതെ, അതിൽ നിന്നൊരു കുറച്ച് മാത്രം എടുക്കുക ഉള്ളിലേക്ക്. എന്ത് കാര്യം കേട്ടാലും പാടെ വിശ്വസിക്കാതെ നമുക്ക് തന്നെ അതിനൊരു ജഡ്ജ്മെന്റൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ലൈക്ക് എ ഗ്രെയിൻ ഓഫ് എ സാൾട്ട്, ഒരു സോൾട്ടിന്റെ ഒരു ഗ്രെയിൻ എടുക്കുന്ന പോലെ ആ ഒരു കംപ്ലീറ്റ് കാര്യം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല, അതിനെ ഒരുപാട് സീരിയസ് ആക്കി എടുക്കാൻ പാടില്ല. ആ ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്. Take with a grain of salt, which means don't take something too seriously. Okay, അടുത്തത് wear one's heart on one's sleeve, show emotions openly. അതായത് wear the heart on the sleeve. ആ മീനിങ് എങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഈ നൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നൈറ്റ്സ് പോകുന്ന സമയത്ത് അവരുടെ ലേഡി ലവ്, അവരുടെ എന്താ പറയാ വൈഫ് അല്ലെങ്കിൽ ലവർ, അവരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും റിബൺ അല്ലെങ്കിൽ പീസ് ഓഫ് ക്ലോത്ത് എടുത്ത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്, വിയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ്, ഷോ ഇമോഷൻസ് ഓപ്പൺലി. അപ്പൊ ഇത് പിൻ ചെയ്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും അവർക്ക് അവരുടെ വൈഫിനോടുള്ള, അവരുടെ ലേഡി ലവിനോടുള്ള സ്നേഹം. അപ്പം നമ്മുടെ ഇമോഷൻസ് ഓപ്പൺ ആയിട്ട് കാണിക്കുക, അങ്ങനെയുള്ളവരെ നമ്മൾ പറയാം ഷീസ് വിയറിങ് ഹർ ഹാർട്ട് ഓൺ ഹർ സ്ലീവ് എന്ന് പറയും. അതായത് ഇമോഷൻസിനെ ഭയങ്കര ഓപ്പൺ ആയിട്ട് കാണിക്കുക എന്നുള്ള മീനിങ്ങിലാണ് അത് പറയുന്നത്. വിയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ്, വിച്ച് മീൻസ് ഷോ ഇമോഷൻസ് ഓപ്പൺലി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സിനോണിംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കോപ്പിയസ്. കോപ്പിയസിന്റെ മീനിങ് ഇവിടെ എക്സിസ്റ്റിംഗ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, പ്ലെന്റിഫുൾ. അപ്പൊ നമ്മൾ പഠിച്ചാണ് ഒരുപാട് ക്വാണ്ടിറ്റീസിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അബണ്ടന്റ് എന്ന് പറയൂലേ. അപ്പൊ ഇവിടെ നമുക്ക് അതുകൂടെ ആഡ് ചെയ്യാം, അബണ്ടന്റ്. അതുപോലെ
ബൗണ്ടിഫുൾ എന്ന് പറയും. ബൗണ്ടിഫുൾ. ഓക്കെ. അപ്പം കോപ്പിയസിന്റെ സിനോണിയമാണ് അബണ്ടിയൻ, ബൗണ്ടിഫുൾ ഇതെല്ലാം. അപ്പൊ ധാരാളമായിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ള, ഒരുപാടുള്ള ആ ഒരു മീനിങ്ങിലാണ് കോപ്പിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സിനോണിയംസ് എന്തൊക്കെയാ? പ്ലെന്റിഫുൾ, അബണ്ടന്റ്, ബൗണ്ടിഫുൾ. ഓക്കെ, അടുത്തത് ബെലിജറന്റ്, ഹോസ്റ്റൈൽ, അഗ്രസീവ്. അപ്പൊ ഹോസ്റ്റൈൽ എന്താ നമ്മൾ പഠിച്ചതല്ലേ? ഹോസ്റ്റൈൽ എന്ന് വെച്ചാൽ ഭയങ്കര അൺഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒപ്പോസിങ് ആയിട്ടുള്ള, അതായത് നമുക്ക് അത്ര കൂട്ടുകൂടാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ഹോസ്റ്റൈൽ എൻവയോൺമെന്റ് എന്ന് പറയും. അപ്പം ബെലിജറന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റൈൽ, അതുപോലെ അഗ്രസീവ്, അതൊക്കെയാണ്. അപ്പൊ നമുക്കിവിടെ അൺഫ്രണ്ട്ലി എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഒപ്പോസിങ്, എതിർക്കുന്ന, ഒപ്പോസിങ്. ഈ ഒരു 3 സിനോണിയംസ് ബെലിജറന്റിന് പറയാം. ഓക്കെ, അടുത്തത് ഫോർത്ത് റൈറ്റ്, കാൻഡിഡ്, ഫ്രാങ്ക്, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഹോൺസ്റ്റ്. എല്ലാ കാര്യവും മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയുക, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുക, അങ്ങനെ ഒരാളെ പറയുന്നതാണ് ഫോർത്ത് റൈറ്റ്. കാൻഡിഡ്, ഫ്രാങ്ക്, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഹോണസ്റ്റ്, ഇതെല്ലാം ഫോർത്ത് റൈറ്റിന്റെ സിനോണിയംസ് ആണ്. ഓക്കെ, അടുത്തത് ഡിപ്ലീറ്റ്, എക്സ്ഹോസ്റ്റ്, റെഡ്യൂസ്, ഡ്രാസ്റ്റിക്കലി. ഡിപ്ലീഷൻ, നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ എന്നൊക്കെ കേൾക്കാറില്ലേ? അപ്പൊ ഡിപ്ലീഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഈവൻച്വലി പയ്യെ നശിച്ചുകൊണ്ടിരിക്കുക, റൂയിൻ ആവുക, ആ ഒരു മീനിങ്ങിലാണ് ഡിപ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പം റൂയിൻ അതിന്റെ സിനോണിയമാണ്. ഓക്കെ, സോറി, റൂയിൻ. എക്സ്ഹോസ്റ്റ്, റെഡ്യൂസ് ഡ്രാസ്റ്റിക്കലി, റൂയിൻ. അതുപോലെ എന്താ പറയാ, റപ്ചർ എന്ന് പറയാം, റപ്ചർ. ഇതെല്ലാം ഡിപ്ലീറ്റിന്റെ സിനോണിയമാണ്. അടുത്തത് എലക്വന്റ്, ഫ്ലുവന്റ്, പെർസ്വേസീവ് ഇൻ സ്പീക്കിംഗ്. അതായത് എലക്യൂഷൻ ഇല്ലേ, നമുക്കറിയാം എന്താണ്, ഒരുപാട് സംസാരിക്കുക, എലക്യൂഷൻ കോമ്പറ്റീഷൻസ് ഒക്കെ ഇല്ലേ, പ്രസംഗം. അപ്പം ഒരുപാട് സംസാരിക്കുക, ടോക്കറ്റീവ് ആവുക, ആ ഒരു മീനിങ്ങിലാണ് എലക്വന്റ് എന്ന് പറയുന്നത്. ടോക്കറ്റീവ്, വാചാലമാവുക എന്നൊക്കെ പറയുമല്ലേ, അതാണ് എലക്വന്റ്. അടുത്തത് ഫ്രൂഗൽ, എക്കണോമിക്കൽ, സ്പെയറിംഗ് ഇൻ യൂസ്. അപ്പം ഫ്രൂഗൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മാറ്റി വെക്കുക, പിന്നീടത്തേക്ക് വേണ്ടി ആലോചിക്കുക, ഈ ഒരു മീനിങ്ങിലൊക്കെ പറയുന്നതാണ്. അപ്പൊ ഫ്രൂഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കെയർഫുൾ എന്ന് പറയാം, കെയർഫുൾ. ഇതൊക്കെ ഫ്രൂഗലിന്റെ സിനോണിയംസ് ആണ്. അടുത്തത് ഗ്രിഗേറിയസ്, സോഷ്യബിൾ, ഔട്ട് ഗോയിങ്. ഒരു എക്സ്ട്രോവേർട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉള്ള ആളെ നമുക്ക് പറയാൻ പറ്റിയതാണ് ഗ്രിഗേറിയസ് എന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഷ്യബിൾ ആയിട്ട്, എല്ലാവരുമായിട്ട് ഭയങ്കര എന്താ പറയാ, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനും കമ്പനി ആവാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകളെ വിളിക്കുന്നതാണ് ഗ്രിഗേറിയസ് എന്ന്. അപ്പൊ അതിന്റെ സിനോണിയം എന്ന് പറയുന്നത് സോഷ്യബിൾ, ഔട്ട് ഗോയിങ്, അതുപോലെ എന്താ പറയാ, അപ്രോച്ചബിൾ എന്ന് പറയാം, അപ്രോച്ചബിൾ, അതുപോലെ ഫ്രണ്ട്ലി എന്ന് പറയാം, ഫ്രണ്ട്ലി. ഓക്കെ, ഇതൊക്കെ ഗ്രിഗേറിയസിന്റെ സിനോണിയംസ് ആണ്. അടുത്തത് ഇമ്മിനന്റ്, എബൌട്ട് ടു ഹാപ്പൻ, ഇംപെൻഡിങ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടക്കാനായിട്ട് പോവുക എന്ന് വെച്ചാൽ എബൌട്ട് ടു ഹാപ്പൻ, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറയുന്നതാണ് ഇമ്മിനന്റ് എന്ന്. അപ്പൊ അതിന്റെ സിനോണിയമാണ് ഇംപെൻഡിങ്, അല്ലെങ്കിൽ എന്താ പറയാ, ഓൺ ദ വേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഓൺ ദ വേ, ഓൺ ദ വേ ആണ് എന്ന് പറയത്തില്ലേ, ആ ഒരു മീനിങ്ങിലാണ് എന്താ പറയുക ഇമ്മിനന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ പറയില്ലേ, മഴ വരാൻ പോകുന്നു, ഇങ്ങനെ പറഞ്ഞ സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വേർഡാണ് ഇമ്മിനന്റ്. ഓക്കെ, അടുത്ത ഇൻഡോലന്റ്. ഇൻഡോലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ജോലി ചെയ്യാനൊന്നും ഇഷ്ടമല്ലാത്ത, ഭയങ്കര ലേസി ആയിട്ടുള്ള, എപ്പോഴും വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ള, എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരാളെ പറയുന്നതാണ് ഇൻഡോലന്റ് എന്ന്. അതൊരു ആഡ്ജക്റ്റീവ് ആണ്. അപ്പം ലേസി, അതുപോലെ സ്ലഗിഷ്, ഈ ഒരു മീനിങ്ങിലൊക്കെ പറയുന്നതാണ് ഇൻഡോലന്റ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ സിനോണിയംസ് ആണ്. ലേസി, സ്ലഗിഷ്, ലാംഗ്വിഡ്, ഇതൊക്കെ ഇൻഡോലന്റിന്റെ സിനോണിയംസ് ആണ്. ലാംഗ്വിഡ് ഉണ്ട് കേട്ടോ, ലാംഗ്വിഡ്. നമ്മൾ മുന്നേ പഠിച്ചൊരു വേർഡ് ഉണ്ടല്ലോ, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മീനിങ് വരുന്ന ഡിലിജന്റ്. അപ്പൊ ഡിലിജന്റ് എന്ന് പറയുന്ന വേർഡിന്റെ എക്സാക്ട് അന്റോണിയം ആണ് ഇൻഡോലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫാസ്റ്റീഡിയസ്, മെറ്റിക്കുലസ്, പെർട്ടിക്കുലർ, ഫിനിക്കി, ചൂസിങ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര സെലക്റ്റീവ് ആയിട്ട്
എല്ലാം ഭയങ്കര നോക്കി അങ്ങനെ ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ പറയുന്നതാണ് ഫാസ്റ്റിഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ പഠിച്ചാണ് നേരത്തെ മെറ്റിക്കുലസ് ഒക്കെ. മെറ്റിക്കുലസ് അതുപോലെ പർട്ടിക്കുലർ, എന്തെങ്കിലും എന്താ പറയാ സ്പെഷ്യൽ ആയിട്ട് നോക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആയിട്ട് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് മെറ്റിക്കുലസ്, പെർട്ടിക്കുലർ, ഫിനിക്കി, ചൂസി. അയാൾ ഭയങ്കര ചൂസി ആണെന്ന് പറയത്തില്ലേ? യെസ്, അതേ മീനിങ് ആണ് ഫാസ്റ്റിഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. എക്സ്ട്രാ സിനോണിയംസ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ലാസ്റ്റ് നമുക്ക് വർക്ക്ഔട്ട് ഉള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് ഇതിനെ കുറിച്ച് കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, സോറി. ആദ്യത്തേത്, the forest was copious with wildlife. The forest was abundant with wildlife. അപ്പം ഒരുപാട് റിസോഴ്സ് ഒക്കെ ഉള്ള ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിനെ പറയുമ്പോൾ യൂസ് ചെയ്തേക്കുന്ന വേർഡ് ഉണ്ടോ? കോപ്പിയസ്. അപ്പൊ നമുക്ക് ഇതിനെ അബണ്ടന്റ് വെച്ച് റിപ്ലേസ് ചെയ്തൂടെ? abundant. Okay, the forest was abundant with wildlife. അടുത്തത്, his belligerent attitude caused many conflicts. belligerent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇവിടെ നോക്ക്, belligerent എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റൈൽ, അഗ്രസീവ് എന്നൊക്കെ അല്ലേ പറഞ്ഞേ? ഭയങ്കര അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ നല്ലതാണോ? അല്ല. സോ his belligerent attitude caused many conflicts. His belligerent attitude means his hostile attitude. Hostile attitude അല്ലെങ്കിൽ aggressive attitude എന്ന് പറയാം. Aggressive. His aggressive attitude caused many conflicts. Okay, അടുത്തത്, she gave a forthright interview about her struggles. അവൾ അവളുടെ സ്ട്രഗിൾസിനെ കുറിച്ച്, കഷ്ടപ്പാടുകളെ കുറിച്ച് ഭയങ്കര ഫോർത്രൈറ്റ് ആയിട്ട്, ഭയങ്കര ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഓക്കെ, ഫോർത്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ്. സ്ട്രെയിറ്റ് ഫോർവേഡ്. അപ്പം ഈ ഒരു സെന്റൻസിലുള്ള യൂസേജ്, അതുപോലെ കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മീനിങ്സ് ഒക്കെ ഓർത്തിരിക്കും. ഇപ്പൊ നമുക്ക് ഒരു വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷനിലാണ് ഇത് പറയുക. അപ്പം ഇങ്ങനത്തെ എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, ഓവർ ഫിഷിംഗ് ഹാസ് ഡിപ്ലീറ്റഡ് ദ ഓഷ്യൻസ് റിസോഴ്സസ്. ഓവർ ഫിഷിംഗ് കാരണം, ഒരുപാട് ഫിഷ് ചെയ്യുന്നത് കാരണം ഓഷ്യനിലുള്ള റിസോഴ്സസ് ഒക്കെ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റൂയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. അപ്പൊ ഡിപ്ലീറ്റഡ് വിച്ച് മീൻസ് റെഡ്യൂസ് എന്ന് നമുക്ക് പറയാം, കുറയുക അല്ലെങ്കിൽ റൂയിൻ ആവുക. അടുത്തത്, the speaker was eloquent and captivated the audience. ആ സ്പീക്കർ, ആ പറയുന്ന സ്പീക്കർ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഓക്കെ, അയാള് ഭയങ്കര എലക്വന്റ് ആയിരുന്നു, ഭയങ്കര വാചാലമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, that captivated the audience. ഓഡിയൻസിനെ അത് അട്രാക്ട് ചെയ്തു, ഇംപ്രസ് ചെയ്തു. ഓക്കെ, the speaker was eloquent, the speaker was talkative. Okay, അടുത്തത്, being frugal helped him save money for years. അപ്പൊ ഞാൻ പറഞ്ഞു, ഫ്രൂഗൽ എന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര നോക്കി ചെയ്യുന്ന, സേവ് ചെയ്ത് വെക്കുന്ന, മാറ്റി വെക്കുന്ന, സ്പെയർ ചെയ്ത് വെക്കുന്ന മീനിങ് ആണ്. അതുകൊണ്ട് ബീങ് ഫ്രൂഗൽ ആയതുകൊണ്ട് അയാൾക്ക് എന്ത് പറ്റി, ഒരുപാട് മണി വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റി. മണി ഫോർ ഇയേഴ്സ്, എല്ലാ പൈസയും സേവ് ചെയ്ത് വെക്കാൻ പറ്റി അയാൾ ഫ്രൂഗൽ ആയതുകൊണ്ട്. ഓക്കെ, അടുത്തത്, he is very gregarious and loves social gatherings. അയാൾ ഭയങ്കര സോഷ്യബിൾ ആയിരുന്നു, ഗ്രിഗേറിയസ് ആയിരുന്നു, സോഷ്യബിൾ. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ഇഷ്ടമാണ്? സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അയാൾ ഗ്രിഗേറിയസ് ആയതുകൊണ്ട്, എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട്. ഓക്കെ, അടുത്തത്, the storm's arrival was imminent, so they took shelter. ആ സ്റ്റോം, അതായത് കൊടുങ്കാറ്റ് വരാൻ പോവുകയായിരുന്നു, അത് about to happen ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഷെൽട്ടർ. ഓക്കെ, they took shelter. ഓക്കെ, അടുത്തത്, the storm's arrival was imminent അല്ലേ, about to happen. അവരെന്തെടുത്തു? അതുകൊണ്ട് തന്നെ ഒരു ഷെൽട്ടർ എടുത്തു, to protect themselves from the storm. അടുത്തത്, after the long journey she felt indolent and tired. അപ്പം ആ നീണ്ട യാത്രയ്ക്ക് ശേഷം, ആ ലോങ് ജേർണിക്ക് ശേഷം അവൾ ഭയങ്കര എന്താ പറയുക, ടയേർഡ് ആയി, എക്സ്ഹോസ്റ്റഡ് ആയി അല്ലെ. she felt indolent, ഭയങ്കര ലേസി ആയിട്ട് തോന്നി. ടയേർഡ് എന്നാണ് ഇവിടെ നമുക്ക് മീനിങ് വരുന്നത്. she felt tired അല്ലെങ്കിൽ she felt lazy and tired.
ഓക്കെ, അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റഡ് ആൻഡ് ടയർഡ്. അടുത്തത് ദ ആർട്ടിസ്റ്റ് വാസ് ഫാസ്റ്റീഡിയസ് അബൌട്ട് എവറി ഡീറ്റെയിൽ ഓഫ് ദ പെയിന്റിങ്. അപ്പൊ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ആ പെയിന്റിങ്ങിൽ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസിന്റെ കാര്യത്തിലും ഭയങ്കര ശ്രദ്ധയായിരുന്നു, ഭയങ്കര സെലക്റ്റീവ് ആയിരുന്നു, എല്ലാം ഭയങ്കര ഡിസ്റ്റിങ്ഷ്ഡ് ആയിരുന്നു. അപ്പൊ ഓരോ കാര്യം ശ്രദ്ധിച്ച് ഭയങ്കര പെക്യൂലിയർ ആയിട്ടാണ് അദ്ദേഹം ചെയ്തത്. ദ ആർട്ടിസ്റ്റ് വാസ് പെക്യൂലിയർ അബൌട്ട് അല്ലെങ്കിൽ ചൂസി അബൌട്ട് എവറി ഡീറ്റെയിൽ ഓഫ് ദ പെയിന്റിങ്. ഓക്കെ, അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് വെച്ച് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടിയില്ലേ വേർഡ്സിനെ കുറിച്ച്? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അത് നോക്കാം. അപ്പം ആദ്യം തന്നെ കാലിഗ്രാഫി. കാലിഗ്രാഫി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്നതിനെയാണ് കാലിഗ്രാഫി എന്ന് പറയുന്നത്. ഗ്രാഫ് മീൻസ് റൈറ്റ്. അപ്പൊ കാലിഗ്രഫി ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. അടുത്തത് റിമോഴ്സ്, ഹാവിങ് എ ഫീലിംഗ് ഓഫ് ഗിൽറ്റ്. അതായത് എന്തോ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിങ്ങിനെ പറയുന്ന പേരാണ് റിമോഴ്സ് എന്ന്. ഓക്കെ, അടുത്തത് ഗാസ്ട്രോണോം, വൺ ഹു ഈസ് എക്സ്പേർട്ട് ഇൻ ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. അതായത് ഫുഡ് കഴിക്കാനും അതുപോലെ ഫുഡ് ഡ്രിങ്കിങ് അതിലൊക്കെ ഒരുപാട് എൻജോയ്മെന്റ് കണ്ടെത്തുന്ന, അതിന് ഒരുപാട് താല്പര്യമുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരാളെ പറയുന്ന പേരാണ് ഗാസ്ട്രോണോം എന്ന്. അടുത്ത ഫുഡിനോട് ഒരുപാട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന അതുപോലെ ഡ്രിങ്കിങ്ങും ഒക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് കാണുന്ന ഒരാളെ പറയുന്ന പേരാണ് ഗാസ്ട്രോണോം. അടുത്തത് ക്ലോസ്ട്രോഫോബിയ. അപ്പൊ ഫോബിയാസ് നമ്മൾ ഡെയിലി നമ്മുടെ സെഷൻസിൽ ഒരു ഫോബിയ എങ്കിലും നമ്മൾ പഠിക്കാറുണ്ടല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രോഫോബിയ ആണ്, ഭയങ്കര ഇടുങ്ങിയ നാരോ ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസസിനെ ഉള്ള എന്താ പറയാ അബ്നോർമൽ ആയിട്ടുള്ള പേടി, അതാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസസ്. അടുത്തത് മിസാൻഡ്രോ, വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. എന്താ പറയാ ഫെലോ ബീങ്സിനെ, മനുഷ്യരെ തന്നെ വെറുക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് മിസാൻഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓട്ടോബയോഗ്രഫി, ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ ഓൺസെൽഫ്. അതായത് ഒരാളുടെ സ്റ്റോറി അയാൾ തന്നെ എഴുതുന്നതിനെ, അയാളുടെ ലൈഫ് സ്റ്റോറി അയാൾ തന്നെ എഴുതുന്നതിനെ പറയുന്നതാണ് ഓട്ടോബയോഗ്രഫി എന്ന്. ഓക്കെ, അടുത്തത് നോമോഫോബിയ, ഫിയർ ഓഫ് ബീയിങ് വിതൗട്ട് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയെ പേടിക്കുക. മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ എന്താ പറയാ മൊബൈൽ ഫോൺ ഇല്ലല്ലോ എന്നുള്ളൊരു പേടി, ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു മെന്റൽ ഡിസോർഡർ ആണ് ശരിക്കും നോമോഫോബിയ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് ബീയിങ് വിതൗട്ട് മൊബൈൽ ഫോൺ. അടുത്തത് വെൻട്രിലോക്വിസ്റ്റ്, വൺ ഹു ക്യാൻ സ്പീക്ക് വിതൗട്ട് മൂവിങ് ലിപ്സ്. ചുണ്ടനക്കാതെ സംസാരിക്കാൻ കഴിയുന്ന ആളെ പറയുന്നതാണ് വെൻട്രിലോക്വിസ്റ്റ് എന്ന്. നമ്മൾ ഈ പപ്പറ്റ് ഷോ ഒക്കെ കാണാറില്ലേ, പപ്പറ്റ് ഷോ ചെയ്യുന്ന സമയത്ത് അവർ തന്നെയായിരിക്കും പപ്പറ്റിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്, പക്ഷെ നമുക്ക് പപ്പറ്റ് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും, ബിക്കോസ് ദേ ആർ എ വെൻട്രിലോക്വിസ്റ്റ്. അവർക്ക് ചുണ്ടനക്കാതെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പറയുന്നതാണ് വെൻട്രിലോക്വിസ്റ്റ്. അടുത്തത് ജിയോളജി, സ്റ്റഡി ഓഫ് റോക്സ് ആൻഡ് എർത്ത്. അപ്പൊ ഇതൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണ് ജിയോളജി എന്ന് പറയുന്നത്, എർത്തിനെ കുറിച്ചുള്ള സ്റ്റഡി, അതാണ് ജിയോളജി. ഓക്കെ, സ്റ്റഡി ഓഫ് എർത്ത്, റോക്സ് ആൻഡ് എർത്ത്. അടുത്തത് ട്രാൻസ്പെറന്റ്, സംതിങ് ത്രൂ വിച്ച് ലൈറ്റ് ക്യാൻ പാസ്. എന്തെങ്കിലും ഒരു കാര്യം അതിലൂടെ ലൈറ്റിന് കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുക, അതിനെ പറയുന്നതാണ് ട്രാൻസ്പെറന്റ്. ഓക്കെ, ട്രാൻസ്പെറന്റ് അറിയാലോ, അല്ലെങ്കിൽ ലൈറ്റിന് പാർഷ്യലി ആണ്, ഫുൾ ആയിട്ട് ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസ്പെറന്റ്. ലൈറ്റിന് ഫുൾ ആയിട്ട് പറ്റുന്നില്ല, കുറച്ചൊക്കെ ലൈറ്റ് പാസ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലൂസെന്റ് എന്ന് പറയും. ട്രാൻസ്ലൂസെന്റ്. ട്രാൻസ്ലൂസെന്റ് എന്ന് പറയും. ഇനി ലൈറ്റിന് തീരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, തീരെ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സർഫസിനെ പറയുന്നതാണ് ഒപ്പേക്ക്. ഓക്കെ, ട്രാൻസ്പെറന്റുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് ട്രാൻസ്പെറന്റ് എന്ന് വെച്ചാൽ ലൈറ്റ് ക്യാൻ പാസ് കംപ്ലീറ്റ്ലി, ട്രാൻസ്ലൂസെന്റ് എന്ന് വെച്ചാൽ പാർഷ്യലി, അതുപോലെ ഒപ്പേക്ക് എന്ന് വെച്ചാൽ ലൈറ്റിന് പാസ് ചെയ്യാനേ പറ്റൂല. ഓക്കെ, അടുത്തത് അടുത്ത നമുക്ക് ഇതിന്റെ വർക്ക്ഔട്ട് ആണ്. വാട്ട് ഡസ് ദ ഇഡിയം ലോസ് ദ ടച്ച് മീൻ? ലോസ് ദ ടച്ച് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്തായിരുന്നു നമ്മൾ പഠിച്ചേ? ടു ലോസ് സ്കിൽ ഓർ എബിലിറ്റി ഓഫ് സംതിങ്. ഓക്കെ, അതാണ്. അടുത്തത് വിച്ച് വേർഡ് ഈസ് എ സിനോണിയം ഓഫ് ഫ്രാങ്ക് ആൻഡ് ഡയറക്റ്റ്? അതേതാ? ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന ഏതാ? യെസ്, ഫോർത്ത് റൈറ്റ്. ഫോർത്ത് റൈറ്റ് ആണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്ത വാട്ട് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഫിയർ ഓഫ് ബീയിങ് വിതൗട്ട് എ മൊബൈൽ ഫോൺ? മൊബൈൽ ഫോൺ ഇല്ലാതെ ഉള്ള അവസ്ഥയെ പേടിക്കുന്ന ഒരു അവസ്ഥ പറയുന്നത് എന്താണ്? നോമോഫോബിയ. നോമോഫോബിയ. അടുത്തത് യൂസ് ദ ഇഡിയം പുട്ട് സംതിങ് ഓൺ ഐസ് ഇൻ എ സെന്റൻസ്. അത് നിങ്ങൾ എന്തെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയേ. പുട്ട് സംതിങ് ഓൺ ഐസ് നമ്മൾ എന്താണ് പറഞ്ഞത്? പോസ്റ്റ്പോൺ ചെയ്യുക എന്നാണ്. അപ്പൊ അതൊരു സെന്റൻസിൽ അപ്ലൈ ചെയ്തേ.
they put the meeting on ice. Due to workload, they put the meeting on ice. അല്ലെങ്കിൽ due to heavy rain, they put the meeting on ice. ഇങ്ങനെ പറയാം. ഓക്കെ, അടുത്തത് which word is a synonym for very talkative? ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ, അതിനെ പറയുന്ന ഒരു സിനോണിയം ഏതാണ്? eloquent. Yes, eloquent. ഇനി അടുത്തത് what is the one word substitution for one who can speak without moving lips? ലിപ്സ് അനക്കാതെ സംസാരിക്കാൻ പറ്റുക, അതേതാണ്? അങ്ങനെയുള്ള ആളെ പറയുന്നത് എന്താ? ventriloquist. ventriloquist. Okay, അടുത്തത് explain the meaning of the idiom bite off more than you can chew. Take on a responsibility more than you can handle. Okay, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ. ആ മീനിങ്ങിലാണ് bite off more than you can chew എന്ന് പറയുന്നത്. അടുത്തത് which word is an antonium for diligent? അപ്പൊ ഞാൻ ആ വേർഡ് പറഞ്ഞ സമയത്തും പറഞ്ഞു ഇത് diligentന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അന്റോണിയം ആണെന്ന്. അപ്പൊ അത് ഏതാണ്? diligentന്റെ അന്റോണിയം is indolent. diligent എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയാ, ഹാർഡ് വർക്കിംഗ് എന്നാണ് മീനിങ്. ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവ് എന്നാണ് മീനിങ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡോലന്റ് എന്ന് പറയുന്നത്. ഇൻഡോലന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേസി അല്ലെങ്കിൽ എന്താ പറയാ, സ്ലഗിഷ് എന്ന് പറയാം, സ്ലഗിഷ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്? ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് അതൊരു ആർട്ട് ആയിട്ട് കാണുകയാണെങ്കിൽ വാട്ട് ഷുഡ് ബി കോൾ ദാറ്റ്? അതാണ് കാലിഗ്രാഫി. കാലിഗ്രാഫി. ഓക്കെ, അടുത്തത് വാട്ട് ഇസ് ദ ഇഡിയം ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് സജസ്റ്റ്? അപ്പൊ എന്തായിരുന്നു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് സജസ്റ്റ്? അപ്പൊ അതിന്റെ മീനിങ് എന്തായിരുന്നു? ഡോണ്ട് ടേക്ക് എനിത്തിങ് ടു സീരിയസ്ലി. ഒന്നും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കരുത്, ഒന്നും പെട്ടെന്ന് വിശ്വസിക്കരുത്. എല്ലാം എടുക്കേണ്ടത് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്, കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, എല്ലാം പാടെ വിശ്വസിക്കാൻ പാടില്ല. ആ മീനിങ്ങിലാണ് ഈ ഇഡിയം പറയുന്നത്. ഏതാ? ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ 10 ഇഡിയംസ് പഠിച്ചു, 10 സിനോണിംസ് പഠിച്ചു, 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് പഠിച്ചു, പിന്നെ വർക്കൗട്ട് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, അത് മൈൻഡിൽ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സെഷനുമായിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ഹാപ്പി ലേണിംഗ്.